കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ മോശം കാലാവസ്ഥ കാരണം സവാള, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവയുടെ വിലയിൽ വൻ വർധന. ഓണം എത്തും മുൻപേ സംസ്ഥാനത്ത് പച്ചക്കറി വില ഉയരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും കിലോയ്ക്ക് 250 മുതൽ 300 രൂപ വരെ നൽകണം. അയൽ സംസ്ഥാനങ്ങളിലെ മോശം കാലാവസ്ഥ കാരണമാണ് കേരളത്തിൽ പച്ചക്കറി വില ഉയരാൻ കാരണം. കോഴിക്കോട് മാർക്കറ്റിൽ സവാളയ്ക്ക് കിലോയ്ക്ക് 28 രൂപയാണ് വില. കഴിഞ്ഞ ദിവസങ്ങളിലായി തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ് എന്നിവയ്ക്കും വില വർദ്ധിച്ചിരുന്നു. കോളിഫ്ലവറിനും ക്യാബേജിനും കിലോയ്ക്ക് 43 മുതൽ 56 രൂപ വരെ നൽകണം. ഉൾനാടൻ വിപണിയിലാണ് വൻ വിലക്കയറ്റം. ട്രോളിംഗ് നിരോധന കാലമായതിനാൽ പച്ചക്കറിക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഓണ സീസൺ അടുത്തെത്തുന്നതോടെ വില ഇനിയും ഉയരാനിടയുണ്ടെന്ന ആശങ്ക വ്യാപാരികളും ഉപഭോക്താക്കളും പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഔദ്യോഗിക ഫലമായ ചക്ക ചാർട്ടേഡ് വിമാനത്തിൽ കയറിയും വിദേശത്തേക്ക് കുതിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് നാടുകളും കേരളത്തിലെ ചക്കയുടെ ഗുണഭോക്താക്കളാണ്. അതത് രാജ്യങ്ങളിലെ ആഘോഷവേളകളിൽ ദിവസം ശരാശരി 500 മുതൽ 1000 കിലോ വരെ ചക്ക കേരളത്തിൽ നിന്ന് വിമാനം കയറുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ആഘോഷവേളകളിലാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ ചക്ക പോകുന്നത്. 11 രാജ്യങ്ങളിലേക്കാണ് പ്രധാന കയറ്റുമതി. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചക്ക യൂറോപ്യൻ, ഗൾഫ് നാടുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ ചക്കയ്ക്ക് എന്നും ആവശ്യക്കാർ ഏറെയാണ്. കിലോയ്ക്ക് 500 മുതൽ 600 രൂപ വരെ വില മതിക്കും. നാട്ടിൽ കിലോയ്ക്ക് 10 രൂപയോളമേ ഉള്ളൂ. സീസൺ അനുസരിച്ചാണ് ചക്കയുടെ കയറ്റുമതി നടക്കുന്നത്. വേനൽക്കാലമായ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ കേരളത്തിലെ ചക്കയാണ് കൂടുതലും പോകുന്നത്. കേരളത്തിൽ മഴക്കാലം തുടങ്ങുന്ന മെയ് മുതൽ ജൂലൈ വരെ ചക്കയ്ക്കായി തമിഴ്നാടിനെയാണ് കയറ്റുമതിക്കാർ ആശ്രയിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ ചക്കയുടെ ഉൽപാദനത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഹൈബ്രിഡ് പ്ലാവുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ധാരാളമുള്ളതിനാൽ കയറ്റുമതിയിൽ തടസ്സമുണ്ടാകുന്നില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് ബീഫ് വില കിലോയ്ക്ക് 500 രൂപ കടക്കാൻ സാധ്യത. കന്നുകാലി ക്ഷാമവും വിതരണ പ്രതിസന്ധിയുമാണ് തിരിച്ചടിയായിരിക്കുന്നത്. കേരളത്തിൽ ബീഫ് വില വീണ്ടും കുതിച്ചുയരാനൊരുങ്ങുന്നു. സംസ്ഥാനത്ത് കന്നുകാലികളുടെ ലഭ്യത കുത്തനെ കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും പശുക്കളുടെയും പോത്തിന്റെയും വാങ്ങൽ വില ഉയർന്നതുമാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. നിലവിലെ സാഹചര്യം തുടർന്നാൽ സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും ബീഫ് വില കിലോയ്ക്ക് 500 രൂപയ്ക്ക് മുകളിലെത്തുമെന്നാണ് വ്യാപാരികളുടെ മുന്നറിയിപ്പ്. ഓൾ കേരള മീറ്റ് മർച്ചന്റ്സ് അസോസിയേഷൻ ഇതിനകം ചില ജില്ലകളിൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലുള്ള ബീഫിന് കിലോയ്ക്ക് 400 രൂപയും എല്ലില്ലാത്ത ഇറച്ചിക്ക് 460 രൂപയുമായി നിരക്കുയർത്തിയിട്ടുണ്ട്. എന്നാൽ കന്നുകാലി ലഭ്യത വീണ്ടും കുറയുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വില 500 രൂപ കടക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യാപാരികൾ പറയുന്നതനുസരിച്ച് കേരളം പ്രധാനമായും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അറവു കന്നുകാലികൾ എത്തുന്നത്. എന്നാൽ വെറ്റിനറി ആരോഗ്യ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, സംസ്ഥാനാന്തര ഗതാഗതത്തിലെ തടസ്സങ്ങൾ, വഴിബന്ധേ നടക്കുന്ന അനധികൃത തടയലുകളും പിരിവുകളും, കയറ്റുമതിക്കായി വലിയ തോതിൽ കന്നുകാലികളെ വാങ്ങുന്ന കമ്പനികളുടെ ഇടപെടൽ എന്നിവയെ തുടർന്ന് സംസ്ഥാനത്തേക്കുള്ള വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. മുമ്പ് ആഴ്ചയിൽ ഏകദേശം 400 ലോറി കന്നുകാലികൾ കേരളത്തിലെ വിപണികളിലെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 100 ലോറിയായി കുറഞ്ഞുവെന്നാണ് വ്യാപാരികളുടെ കണക്ക്. ഇതോടെ നിരവധി ഇറച്ചിക്കടകൾക്ക് ആവശ്യത്തിന് മാംസം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. ഇതിനൊപ്പം കന്നുകാലികളുടെ വാങ്ങൽ വിലയും കുത്തനെ ഉയർന്നിട്ടുണ്ട്. മാംസ വ്യാപാര മേഖലയിലെ ഉപോൽപ്പന്നങ്ങളായ തുകൽ, എല്ല്, നെയ്യ് എന്നിവയുടെ വില ഇടിഞ്ഞതും വ്യാപാരികളുടെ വരുമാനത്തെ ബാധിച്ചിരിക്കുകയാണ്. ഈ അധിക ചെലവ് ഉപഭോക്താക്കളിലേക്ക് മാറ്റാതെ മറ്റു മാർഗമില്ലെന്നാണ് വ്യാപാരികളുടെ വിശദീകരണം. കേരളത്തിൽ മാംസ ഉപഭോഗം രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. സംസ്ഥാനത്തിന്റെ വാർഷിക ബീഫ് ആവശ്യകത ഏകദേശം 2.5 ലക്ഷം ടണ്ണാണെന്നാണ് കണക്ക്. പ്രാദേശിക ഉൽപാദനം വളരെ കുറവായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളത്തിന്റെ ഭൂരിഭാഗം ആവശ്യവും നിറവേറ്റുന്നത്. അതിനാൽ വിതരണ ശൃംഖലയിലെ ചെറിയ തടസ്സം പോലും വിലയെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.